ഓം നമ ശിവായ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടുകൂടി മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. 2025 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ 2025 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് മിഥുന മാസം 21-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ആഷാഢ മാസം 14-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:12, അസ്തമയ സമയം വൈകുന്നേരം 6:41. ഉദയാൽപരം തിഥി ദശമി തിഥിയാണ്. ദശമി തിഥി ശനിയാഴ്ച വൈകുന്നേരം 6:58 വരെ ഉണ്ടായിരിക്കും. ശനിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രമാണ്. ഈ ചോതി നക്ഷത്രം ആരംഭിക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 4:51 അവസാനിക്കുന്നത് ശനിയാഴ്ച രാത്രി 7:53. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ തുലാക്കൂറിൽപ്പെട്ട ചോതി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. പ്രിയമുള്ളവർ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 2025 ജൂലൈ മാസം 6, 13, 20 തീയതികളിൽ രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ രാഹുകേതു ദോഷ നിവാരണ പൂജയിൽ പങ്കുചേരുക. 1000 രൂപയാണ് എൻ്റെ ചിലവ്. നിങ്ങളുടെ മേൽവിലാസം, പൂർണ്ണമായ മേൽവിലാസം കൊറിയർ അയച്ചാലും അല്ലെങ്കിൽ പോസ്റ്റ് വഴി അയച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായ മേൽവിലാസം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. 1000 രൂപ GPay അല്ലെങ്കിൽ ഫോൺപേ ചെയ്യുക. രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പ്രസാദം കൂട്ടി അയച്ചു തരും. പ്രസാദം ഉൾപ്പെടെ അയച്ചിരുന്നതാണ്. താല്പര്യമുള്ളവരൊക്കെ പങ്കുചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനും തൊഴിൽപരമായിട്ടുള്ള അഭിവൃദ്ധി, വ്യാപാര മേഖലയിലുള്ളവരാണെങ്കിൽ വ്യാപാര അഭിവൃദ്ധി, വ്യവസായ മേഖലയിലുള്ളവരാണെങ്കിൽ വ്യവസായത്തിൽ കൂടി നേട്ടം, കൃഷി, തൊഴിൽ, ദാമ്പത്യം, മക്കളുടെ കാര്യം, വിദ്യാഭ്യാസം, വിവാഹം, അങ്ങനെ ജീവിതത്തിലെ സകലവിധമായ അഭിവൃദ്ധിക്കും കാരണമാകുന്ന രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇന്ത്യയിൽ ചെയ്യുന്ന ഏക ക്ഷേത്രം ശ്രീകാളഹസ്തി ക്ഷേത്രത്തിലാണ്. അവിടെ പോയി നിങ്ങൾ ആദ്യമായിട്ടൊരു പൂജ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഭാഷയുടെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ആ പൂജ എന്താണെന്ന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. തൊട്ടടുത്തിരിക്കുന്നവർ എന്ത് കാണിക്കുന്നു അതുപോലെ നിങ്ങളും കാണിച്ചിട്ട് പോരും. അതല്ലാതെ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കത്തില്ല. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം തുടർച്ചയായിട്ടൊക്കെ പോയി ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയുള്ളൂ. അപ്പോൾ അവിടെ പോയി ചെയ്യണമെങ്കിൽ നല്ലൊരു സാമ്പത്തിക ചിലവുണ്ട്. അതുകൊണ്ട് അത്രയും പണമൊന്നും മുടക്കി പോകാൻ നിർവാഹമില്ലാത്തവർക്ക് രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്തു തരുന്നുണ്ട്. താല്പര്യമുള്ളവർ പങ്കുചേരുക. അപ്പോൾ തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മഹാദേവൻ്റെ നാമത്തിൽ രാഹുകേതു തടസ്സങ്ങളൊക്കെ മാറും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യം കാണിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് പോകാം. ഈ 2025 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രം ശനിയാഴ്ച വൈകുന്നേരം 7:53 വരെ ഉണ്ട്. അപ്പോൾ ഈ ചോതി നക്ഷത്രമാണ് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ധനനേട്ടം, കാര്യവിജയം, ജീവിതാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാൻ പോവുകയാണ്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. അവിട്ടം, ചതയം, തിരുവാതിര, പുണർദം, ചിത്തിര, മകം, ഉത്രം ഇത്രയും നാളുകാർക്ക് ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. ചോതി നക്ഷത്രം അവരുടെ ജീവിതത്തിൽ അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് തിരുവാതിര, പുണർദം, ചിത്തിര, മകം, ഉത്രം, അവിട്ടം, ചതയം എന്നീ നാളുകാർക്ക് ജീവിതത്തിൽ നല്ല ഒരു അനുഭവം ഉണ്ടാകുന്ന ദിവസമാണ്. ജീവിതാഭിവൃദ്ധി, കാര്യവിജയമൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ചോതി നക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ നാളുകാർക്കാണ് പ്രതികൂലമായി സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞുതരാം. രോഹിണി, അത്തം, പൂരം, ആയില്യം, അതുപോലെ തന്നെ മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ശനിയാഴ്ച ദിവസം. സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ആകപ്പെടരുത്. നിസ്സാര കാര്യത്തിന് ഒരു ടെൻഷൻ അടിക്കുവാൻ പോലും, അല്ലെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ ചതിക്കുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനപരമായ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ആപത്തനർത്ഥങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗം വരാൻ സാധ്യത, അങ്ങനെ പ്രതികൂലങ്ങൾ പല വിധത്തിൽ വരാം. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ഒരു സാധാരണ ജീവിതാനുഭവമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുക. ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശുഭസമയം നോക്കണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:42 മുതൽ 9:12 വരെ ഉള്ള സമയം പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ അനുകൂലമായ സമയമാണ്. പിന്നീട് 10:42 മുതൽ
ഉച്ചയ്ക്ക് 12 മണി 24 മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ്. അത് വീണ്ടും ഉച്ചകഴിഞ്ഞ് 1 മണി 42 മിനിറ്റ് മുതൽ 5 മണി 12 മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ്. ഇപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും ക്രമീകരണവും ഒക്കെ ആകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജീവിത വിജയത്തിന് വളരെയേറെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിട്ട് ഇതെല്ലാം മാറും. ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും. ഇനി പറയുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. ഇതൊരു ശാസ്ത്രമാണ്, മനുഷ്യർ കണ്ടുപിടിച്ച ശാസ്ത്രമാണ്, ജ്യോതിഷത്തിൻ്റെ ഉപഭാഗമാണ്. അപ്പോൾ സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഉടൻ അത് പ്രതീക്ഷിക്കുക. അതായത് സംഖ്യാശാസ്ത്രപ്രകാരം പറയുന്നത് ഏതൊരു മാസത്തെയും 5, 14, 23 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ദിവസമാണ്. കാരണം ശനിയാഴ്ച ദിവസത്തെ തീയതി 5ആണ്. 5 അതുപോലെ തന്നെ 14, 1, 4, 5, 23, 2, 3, 5 അങ്ങനെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ 5 വരും. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളാണ് ഈ ശനിയാഴ്ച ദിവസം ഏതൊരു മാസത്തെയും 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്കുണ്ടാകുക. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി ഇളം നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ EHNX എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം മാറി നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷം പറയുന്നത് പോലെ അതിൽ വിശ്വസിക്കുന്നവർ ഫോളോ ചെയ്യുക. ഇനിയും ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം. അത് വിഷയം എന്ന് പറയുന്നത് ധനത്തിൻ്റെ വിഷയമാണ്, ധനപരമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം 2025 ജൂലൈ മാസം 5-ാം തീയതി ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക? ചോദ്യ നക്ഷത്രം സ്വാധീനിക്കുന്നുണ്ട് ധനപരമായിട്ടുള്ള നേട്ടം. ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ, ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ, കടം ചോദിച്ചാൽ കിട്ടുന്ന നാളുകാർ. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. ചോതി, കേട്ട, ഉത്രാടം, ചതയം, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങാൻ അനുകൂലമായ ദിവസമാണ്. അപ്പോൾ ഈ നാളുകാർക്ക് ധനപരമായ നേട്ടം തീർച്ചയായിട്ടും വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാദേവനാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകട്ടെ. ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ആപത്തിനടുത്തങ്ങളിൽ നിന്ന് മഹാദേവൻ രക്ഷിക്കട്ടെ. എല്ലാവരെയും കുടുംബമായി മഹാദേവൻ കാത്തുപരിപാലിക്കട്ടെ. സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാവരിലും നിലനിൽക്കട്ടെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം.